ഗായകരുടെ സംഘടനയായ സമത്തിൽ നിന്ന് സൂരജ് സന്തോഷ് രാജിവെച്ചു. സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ സംഘടന ഒപ്പം നിന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി. ചിത്രയ്ക്കെതിരെ സൂരജ് സന്തോഷ് വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം ഉണ്ടായത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വാർത്താ വിശദാംശങ്ങളുമായി ചേർന്നു. ജയശങ്കർ, ഈ സൈബർ ആക്രമണം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വധഭീഷണി അടക്കമുള്ള സൈബർ സന്ദേശങ്ങൾ കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ രാജി വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ? സുഹൈൽ, വലിയ സൈബർ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് സൂരജിന്റെ രാജി. ഈ ഒരു സൈബർ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തനിക്കൊപ്പം ഈ സംഘടന നിലകൊണ്ടില്ല എന്നാണ് സൂരജിന്റെ വലിയൊരു ആരോപണം. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു രാജി സമർപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടനയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ സമം സംഘടന പറയുന്നത് രേഖാമൂലം ഒരു രാജി ലഭിച്ചിട്ടില്ല എന്നാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു രാജി വെക്കുകയാണെന്ന കാര്യം അറിയിച്ച് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി എന്നാണ് സമം സംഘടനയുടെ പ്രസിഡന്റ് സുദീപ് വ്യക്തമാക്കിയത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ തങ്ങൾ ആരെയും പിന്തുണയ്ക്കാറില്ല എന്നും ഇവർ പറയുന്നു. പക്ഷേ ചിത്രയ്ക്കെതിരെ വലിയൊരു ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ ഈ സംഘടന ചിത്രയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ, സൂരജിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു പിന്തുണ ഉണ്ടായില്ല. ഈ വിഷയത്തിൽ ഇവർ നൽകുന്ന ഒരു മറുപടി, ചിത്ര എന്ന് പറയുന്നത് തങ്ങളുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുമ്പ് സംഘടനയുടെ, അതുകൊണ്ടാണ് അത്തരത്തിലൊരു പിന്തുണ നൽകിയത് എന്നുള്ള ഒരു മറുപടിയാണ് നൽകുന്നത്. എന്തായാലും വലിയൊരു ആക്രമണം നടന്ന ഘട്ടത്തിൽ കാര്യമായ പിന്തുണ ഇല്ലാത്ത കൊണ്ടാണ് സൂരജ് ഇത്തരത്തിൽ രാജി വെച്ചിരിക്കുന്നത്. സൂരജിന്റേത് വൈകാരികമായ ഒരു നടപടിയാണെന്നും സമം സംഘടന വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു വ്യക്തി അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, പിന്തുണ ലഭിക്കാത്തതിന്റെ പേരിൽ ഒരു സംഘടനയിൽ നിന്നും ഇറങ്ങുകയാണ്. ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ് സുഹേൽ. ശരി, ചേർത്ത് നിർത്തുന്നതിലും വിവേചനം, ചേർത്ത് നിർത്തേണ്ട സമയത്ത് കൂടെയുള്ളവർ കൂടെ നിന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഗായകൻ സൂരജ് സമം എന്ന സംഘടനയിൽ നിന്ന് രാജിവെച്ചു. AV ജയശങ്കറാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.